മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഉദയനിധി സ്റ്റാലിൻ കിട്ടിയത് കൊണ്ടൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാ ലേറ്റസ്റ്റ് ആയിട്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. തോറ്റ് തൊപ്പിയിട്ടിട്ടുണ്ട്. എന്നിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് തമിഴ്നാട് സഭയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കുള്ള ആദ്യ പ്രസംഗത്തിൽ തന്നെ സനാതന ധർമ്മത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. திராவிட முன்னேற்ற கழகத்துடைய தலைமையில் தேர்தலை சந்திச்சு வென்ற தோழமை இயக்க சட்டமன்ற உறுப்பினருடைய ஆதரவோடு ஆட்சி அமைத்திருக்கக்கூடிய புதிய அரசிற்கும் மாண்பு முதலமைச்சர் அவர்களுக்கும் என்னுடைய வாழ்த்துக்களை நான் மீண்டும் தெரிவித்துக் கொள்கின்றேன். மாண்புமிகு பேரவைத் தலைவர் அவர்களுக்கும் பேரவை துணைத் தலைவர் அவர்களுக்கும் என்னுடைய நன்றி. உங்களுடைய பணிகள் சிறக்கட்டும். மீண்டும் என்னுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். நன்றி, வணக்கம். வெல்க தமிழ், வாழ்க தமிழ்நாடு. മക്കളെ പിരിക്കും സനാതനം നിശ്ചയം ഒഴിക്കപ്പെട വേണ്ടും. നന്ദി, വണക്കം. നിങ്ങൾ കേട്ടില്ലേ? സനാതന ധർമ്മത്തെ തുടച്ചു നീക്കണമെന്നാണ് സഭയിൽ നിന്നിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഉദയനിധി സ്റ്റാലിൻ വിളിച്ചു പറഞ്ഞത്. ഇതേപോലെ തന്നെയായിരുന്നു തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് ഉപമുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞത്. കുഷ്ഠരോഗത്തോടൊക്കെയായിരുന്നു സനാതന ധർമ്മത്തെ ഈ ഉദയനിധി സ്റ്റാലിൻ ഉപമിച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചർച്ചയായി. തമിഴ്നാട് ജനത വലിയ രീതിയിൽ ചർച്ചയാക്കി. തമിഴ്നാട്ടിൽ മാത്രമാണോ, രാജ്യം ഒന്നടങ്കം അത് ചർച്ചയായി. കോടതി പോലും അതിന് ഇടപെട്ടു. ഇതിനെതിരെ രൂക്ഷമായിട്ട് ഉദയനിധി സ്റ്റാലിനെതിരെ രംഗത്ത് വന്നു. എന്നിട്ടൊന്നും പഠിച്ചില്ല. വ്യക്തമായിട്ട് തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട് ജനത ഇതിനെതിരെയും കൂടിയാണ് വിജയെ വിജയിപ്പിച്ചത് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയ. വിജയുടെ വിജയത്തിന് വലിയൊരു കാരണം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഉദയനിധി സ്റ്റാലിനൊക്കെ ഉപമുഖ്യമന്ത്രിയായ സമയത്ത് വിശ്വാസത്തെ അപമാനിച്ചതിന് കൂടിയാണ്. ഈ സനാതന ധർമ്മത്തെ തോന്നിയത് വിളിച്ചു പറഞ്ഞത് കൊണ്ടുകൂടിയാണ് വിജയ് വളരെ വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഉദയനിധി സ്റ്റാലിൻ SDPIയെ തോളോട് തോളിൽ ചേർന്ന് വലിയ സംഭവമാക്കി നിരന്തരം തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണവും നടത്തിയിട്ടുണ്ട്. ഈ SDPI എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന്. പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ എന്തൊക്കെ നെറുകേടുകൾ ചെയ്തോ, കൈവറ്റിയത് പോലും നമ്മളൊക്കെ തന്നെ കണ്ടതല്ലേ. ആ SDPI ആണ് ഈ ഉദയനിധി സ്റ്റാലിൻ തോളിലേറ്റി നടക്കുന്നത്. SDPI ഷാള് പോലും ധരിച്ച് ഉദയനിധി സ്റ്റാലിൻ തിരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങ് വലിയ പ്രചരണത്തിനിറങ്ങിയ തമിഴ്നാട് ജനത എന്താ മണ്ടന്മാരാണ് എന്നാണോ ഈ പറയുന്ന ഈ ഉദയനിധി സ്റ്റാലിൻ കരുതിയത്? ചൂട്ട മറുപടി കൊടുത്തില്ലേ? ഒന്നൊന്നര മറുപടിയാ ഉദയനിധി സ്റ്റാലിനും കൂട്ടർക്കും സനാതന ധർമ്മത്തിനെതിരെ പറഞ്ഞതിന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചൊരു പാർട്ടിയാ. ഇന്ന് എന്താ അവസ്ഥ? പകുതിയിലും കുറവ് സീറ്റാ. കഴിഞ്ഞ തവണത്തേക്കാൾ പകുതിയിലും കുറവ് സീറ്റ്. ഒരു 59 സീറ്റിലേക്ക് അങ്ങ് ഒതുങ്ങിയതാ, അങ്ങ് ചുരുങ്ങിയതാ. എന്നിട്ടും പഠിക്കാതെ ഉളുപ്പില്ലാതെ ഇപ്പൊ സഭയിൽ നിന്നും വിളിച്ചു പറയാ ആ 59 ഒക്കെ പകുതിയിലും കുറവിലേക്ക് അടുത്ത തവണ എത്തുമെന്നുള്ളത് വലിയ യാഥാർത്ഥ്യ. ഞാനൊരു കാര്യം എടുത്തു പറയാം. ഈ 2026 വ്യക്തമായിട്ട് ഓർത്തു വെച്ചുകൊള്ളൂ. ഇതേ ശൈലിയിലാണ് ഉദയനിധി സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ വട്ടപൂജ്യത്തിലേക്ക് ഈ DMK അടുത്ത തിരഞ്ഞെടുപ്പിൽ എത്തുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇതൊക്കെ ഒരു ഈ ഉദയനിധി സ്റ്റാലിന്റെയും DMKയുടെയൊക്കെ പതനം നമ്മുടെ കേരളത്തിലെ UDFും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യ. UDFിനെ കേരളത്തിലെ ജനത വളരെ വലിയ രീതിയിലാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. 100-ലധികം സീറ്റ് കൊടുത്തുകൊണ്ടാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ കട്ടുമുടിക്കൽ സഹിക്കാൻ സാധിക്കാതെയാണ് ഈ UDFിന് കേരള ജനത വോട്ട് ചെയ്തിട്ടുള്ളത്. ആ കേരള ജനതയുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് UDF നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾ കടന്നു മുന്നോട്ട് പോവുക. കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ മന്ത്രിമാരില്ല.
മുഖ്യമന്ത്രിയില്ല. ജനങ്ങൾ ഇവിടെ, വിദ്യാർത്ഥികൾ കലാലയങ്ങളിലേക്ക് പോവേണ്ട സമയം, വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് പോവേണ്ട സമയം, മഴ വരുന്ന സമയം, അങ്ങനെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് മുഖ്യമന്ത്രിയില്ല, വകുപ്പ് മന്ത്രിമാരില്ല, വകുപ്പ് താറുമാറായിരിക്കുന്നു, സകലതും നിശ്ചലമായിരിക്കുന്നു. എന്തേ UDF കേരള ജനതയുടെ മുഖത്ത് തുപ്പുന്നതല്ലേ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്? ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സാധിക്കാതെയാ UDF ഇപ്പോ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ മുഖത്ത് നോക്കി UDF തുപ്പുക. തമിഴ്നാട് കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. വിജയുടെ പാർട്ടി അവിടെ വിജയിച്ചു വന്നത് കുറഞ്ഞ മാസങ്ങൾ കൊണ്ടാ. ഇവിടെ കേരളത്തിലും വളരെ വ്യക്തമാണ്. LDF-നെ സഹിക്കാൻ സാധിക്കാഞ്ഞിട്ടാ UDF-നെ വിജയിപ്പിച്ചത്. UDF-നെ വിജയിപ്പിച്ചിട്ട് ഒരു തരത്തിലും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല. പുച്ഛഭാവാണ് ഇപ്പൊ ഓരോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ ചില ആളുകളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, അത് പാർട്ടിയെ വിജയിപ്പിച്ചാൽ പാർട്ടി തീരുമാനിച്ചോളൂ. ലിജു ഒക്കെ നിലവിളിച്ചതായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത്. അതിനുശേഷം എന്തൊക്കെ അഹങ്കാരമാ ജനങ്ങൾക്ക് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞ രംഗത്ത്. ഇതൊക്കെ കേരള ജനത തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ മൂന്നാമതൊരു ബദൽ കേരളത്തിൽ BJP ശക്തമായിക്കൊണ്ടിരിക്കുക. അതിനെ ശക്തമാക്കുന്നത് UDF തന്നെയാ. UDF-ന്റെ ഈ പറയുന്ന കസേര തല്ലൊക്കെ ജനം എത്ര കാലം സഹിക്കുമെന്നാ കരുതുന്നത്? തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിനൊക്കെ കിട്ടിയതുപോലെയുള്ള, MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനൊക്കെ കിട്ടിയതുപോലെയുള്ള ഒരു തിരിച്ചടി അവിടെ സനാതന ധർമ്മത്തിനെതിരെ, ഹൈന്ദവ ധർമ്മത്തിനെതിരെ തമിഴ്നാടിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനും അവരുടെ പാർട്ടിയൊക്കെ നിലപാടെടുത്ത സമയത്തെ തമിഴ്നാട് ജനത കൊടുത്തത് മണ്ടക്കെട്ട് കൊട്ട. അതേപോലെ കേരളത്തിലെ ജനതക്കെതിരാ, കേരള ജനതക്കെതിരെ വിജയിപ്പിച്ചിട്ട് ഒരു ഉളുപ്പമില്ലാത്ത രീതിയിലാ UDF ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇടതോ വലതോ അല്ലാതെ കേരളത്തിൽ BJP-യെ തിരഞ്ഞെടുക്കും ജനത. ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളാ. സാധാരണക്കാരെ സംബന്ധിച്ച് UDF-നെയോ LDF-നെയോ അങ്ങ് അധികാരത്തിലേക്ക് എത്തിച്ചിട്ട് മലമറിക്കണമെന്നൊന്നും ഒരു ആഗ്രഹവും കേരളത്തിലെ ഒരു സാധാരണക്കാരനുമില്ല. BJP ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം കണ്ടുകൊണ്ട്, വിജയിച്ചു വന്നിട്ടുള്ള MLA-മാരെ കണ്ടുകൊണ്ട്, വിജയിച്ചു വന്നിട്ടുള്ള MP-യെ കണ്ടുകൊണ്ട് വ്യക്തമായിട്ട് വരും കാലത്ത് 100% ഉറപ്പ BJP കേരളത്തിൽ അധികാരത്തിലേക്ക് തർക്കമില്ലാത്ത വിഷയ. തമിഴ്നാട്ടിൽ DMK-യുടെ പതനം പോലെ തന്നെ കേരളത്തിലെ ഒരു മുന്നണിയുടെ പതനം അധികം വൈകാതെ നടക്കാൻ പോവാ. UDF-ന്റെ ഈ നെറുകേടുണ്ടല്ലോ, ജനങ്ങളുടെ മുഖത്ത് നോക്കി തുപ്പുന്നതുണ്ടല്ലോ, ഇതിനൊക്കെ കേരള ജനത മറുപടി പറയാൻ കാത്തിരിക്കുക. ഞാൻ എടുത്തു പറയാണ്, തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിനും പാർട്ടിയും തകർന്നതുപോലെ കേരളത്തിൽ വരും കാലത്ത് ഈ പറഞ്ഞ UDF-ഉം തകർന്നു തരിപ്പടാവും. UDF-ഉം LDF-ഉം അല്ലാതെ BJP-യെ തിരഞ്ഞെടുക്കുന്ന കാലം അതിവിദൂരമല്ല. കേരളത്തിൽ എടുത്തു പറയാണ്, ഉദയനിധി സ്റ്റാലിനൊക്കെ ഇനിയും സനാതന ധർമ്മത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട് ജനത ഈ MK സ്റ്റാലിന്റെയും ഉദയനിധി സ്റ്റാലിന്റെയൊക്കെ പാർട്ടിയായിട്ടുള്ള DMK-യെ വട്ടപൂജ്യത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.